നമ്മുടെ സ്നേഹബഹുമാന്യരായ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. അതിനായി ഈ സ്കൂളിൽ പഠിച്ച് ഈ സ്കൂളിന്റെ തന്നെ പ്രിൻസിപ്പളായി വിരമിക്കാൻ ഭാഗ്യം ലഭിച്ച വൺ ആൻഡ് ഓൺലി ശിവിച്ചൻ മാത്യുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ അനധ്യാപകർ വന്നിട്ടുണ്ട്. അവരെ ആദരിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗം, നമ്മൾ ഈ സദസ്സിൽ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങളുടെ പേരെഴുതിയൊരു ചെറിയ നറുക്കിടുന്ന പോലെ ആ നറുക്ക് കിട്ടുന്ന ആൾക്കാരാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുഭൂതന്മാരെ ആദരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അപ്പൊ അതിനു മുൻപ് നറുക്കിടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1-2 പേര് ആദ്യം ആദരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നറുക്കിടാൻ ആരംഭിക്കുന്നത്, നറുക്കിട്ട് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഏറ്റവും ആദ്യം ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ തേൻകനിയുടെ പ്രസിഡന്റ് മാത്യുവിനെ ക്ഷണിക്കുകയാണ്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന അനധ്യാപകരിൽ ഏറ്റവും സീനിയർ ആരാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഏറ്റവും അരികിലിരിക്കുന്ന മാത്യു സാറിനെ ആദരിക്കുന്നതിനായിട്ട് മാത്യു ടിറ്റിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളുടെ ഒരു സ്നേഹ സമ്മാനവും ഷോളും നൽകി ആണ് നമ്മൾ ആദരിക്കുന്നത്. വീണ്ടും നമ്മളുടെ ഇന്നത്തെ ഈ ഗെറ്റ് ടുഗദറിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തില് നമ്മളുടെ സഹപാഠിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഈ വാർഡിന്റെ മെമ്പറുമായ ശ്രീമതി ലിസി ചാക്കോയെ ക്ഷണിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന കറിയാച്ചേട്ടനെ ആദരിക്കുന്നതിനായിട്ട് ലിസി ചാക്കോയെ ക്ഷണിക്കുന്നു. താങ്ക് യു. വേദിയിൽ നിന്ന് ഒരാളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഡോക്ടർ പോൾ പി വർഗീസിനെ ക്ഷണിക്കുന്നു. നമ്മളുടെ പ്രിയങ്കരനായ മൈക്കിൾ സാറിനെ ആദരിക്കുന്നതിനായിട്ട്. മൈക്കിൾ സാർ. ഇനി നമ്മൾ ഏതാണ്ട് 60 കൂടുതലോ ആൾക്കാർ ഇന്ന് ഇവിടെ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ ഇരുന്ന് ഇങ്ങനെ എണ്ണുന്നുണ്ടായിരുന്നു എത്ര പേര് വരുന്നുണ്ടെന്നറിയാൻ. ഏതാണ്ട് 60 ആൾക്കാരിൽ 60-70 ആൾക്കാരോളം ഇവിടെ എവിടെയും കൂടെ കൂടി നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള നമ്മളുടെ പ്രിയപ്പെട്ട അനധ്യാപകരെ ആദരിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും പേരുള്ളവരിൽ ഇത് ഭാഗ്യം കിട്ടുന്നവർക്കാണ് അതിനുള്ളൊരു അവസരം ലഭിക്കുന്നത്. അത് നമ്മൾ നറുക്കിട്ടെടുത്താണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ നമ്മളുടെ പ്രിയപ്പെട്ട മക്കോളി സാറിനെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ആളെ നറുക്കെടുക്കുകയാണ്. നറുക്കെടുക്കാനായിട്ട് ജോളി സിസ്റ്റർ നറുക്കുന്നെടുത്തേക്ക്. പേരിവിടെ ഒന്ന് കാണിക്കണേ. ആദ്യത്തെ ഭാഗ്യവതി. വീണ്ടും ഞാൻ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പേരിൽ നിന്ന് നമ്മളുടെ കുറച്ച് ചുരുക്ക അധ്യാപകർ വന്നിരിക്കുന്നവരെ ആദരിക്കാൻ കിട്ടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. എമിലി ജെയിംസ്. എമിലി ജെയിംസിനെ ക്ഷണിക്കുന്നു. നമ്മുടെ മക്കോളി സാറിനെ ആദരമേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു.
തുടർന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ചുരുപ്പയ്യ ജോസ് സാറിനെ ആദരിക്കുന്നതിനായി ഉള്ള ഭാഗ്യവാൻ ഭാഗ്യവതിയെ നറുക്ക് എടുക്കുന്നു. ലിസി ചാക്കോ നറുക്കെന്നെടുത്താലും. ഗിബ്സൺ ജോസഫ്, നമ്മുടെ പ്രിയങ്കരനായ ചുരുപ്പയ്യ ജോസ് സാറ് നമ്മളെ കണക്കൊക്കെ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടാവും. സാറിനെ ആദരിക്കുന്നതിനായിട്ട് ഗിബ്സനെ ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടിക്കുന്നൊക്കെ നല്ലതാണ്. തുടർന്ന് നമ്മുടെ പൊന്നമറ്റത്തിൽ സക്രിയ സാറിനെ ആദരിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യവാനെ ഭാഗ്യവതിയെ തിരഞ്ഞെടുക്കാനായിട്ട് നറുക്കെടുക്കാനായിട്ട് സുജാതയെ ക്ഷണിക്കുന്നു. നറുക്കെടുക്കാനായിട്ട് ഓക്കെ. ഭാഗ്യവാൻ ജോർജ് വർഗീസ്. ജോർജ് വർഗീസ്, വടക്കൻ ഉണ്ണി എന്നറിയപ്പെടുന്ന ജോർജ് വർഗീസ് ക്ഷണിക്കുന്നു നമ്മളുടെ സക്രിയ സാറിനെ ആദരിക്കുന്നതിനായി. താങ്ക് യു. വീണ്ടും നമ്മളുടെ ജോൺ തകരപ്പള്ളി സാറിനെ ആദരിക്കുന്നതിനായിട്ട് ഉള്ള ഭാഗ്യവാനെ തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള നറുക്കെടുപ്പാണ്. താഴെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ വന്നിട്ട് നറുക്കെടുക്കാം. ഒരാള് ജോൺ തകരപ്പള്ളി സാറിനെ ആദരിക്കുന്നതിനായിട്ടുള്ള ഒരു അപൂർവ അവസരം ലഭിച്ചിരിക്കുന്നത് രാജു കെ യു. രാജുവിനെ ക്ഷണിക്കുന്നു, സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കുമ്മണി സാർ ആദരിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യവതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടന്നു കഴിഞ്ഞു. കുമ്മണി സാർ പ്ലീസ്. സാറിനെ ആദരിക്കുന്നതിനായിട്ട് മോളിക്കുട്ടി കെ സി. മോളിക്കുട്ടി കെ സി ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ എൻ്റെ മേരി ടീച്ചറിനെ ആദരിക്കുന്നതിനായിട്ട് ആർക്കാണ് ഭാഗ്യം ലഭിക്കുന്നത് നോക്കാം. നറുക്കെടുപ്പ് നടന്നു. ബേബി ജോസഫ് ആലുവേലി. ആർക്കായിട്ട് മേരി ടീച്ചറിനെ ആദരിക്കുന്നതിനായിട്ട് ബേബി. താങ്ക് യു. ഇന്നിവിടെ വന്നിരിക്കുന്നതിൽ അധ്യാപകരിൽ ഇനി നമ്മുടെ മേൽച്ചേച്ചിയാണുള്ളത്. മേൽച്ചേച്ചിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മേൽച്ചേച്ചിയെ ആദരിക്കുന്നതിനായിട്ട്
ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ലിസമ്മ ജോർജ്. വേദിയിലേക്ക് വരിക. ലിസമ്മ ജോർജ്. താങ്ക് യു. അപ്പൊ നമ്മളുടെ അടുത്തതായി അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരമാണ്. അതിനായി ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മൈക്കിൾ സാർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ഇവിടെ വരാണമെന്ന് ഞാനത്ര തീരുമാനിച്ചതല്ലായിരുന്നു. പിന്നെ പ്രൈംസൺ സാറിൻ്റെ നിർബന്ധപൂർവമായ പല വിളികളും വരാൻ പറ്റാതെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടത്ര നല്ല സുഖമല്ല. അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നടക്കുന്നതിനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. 2 പ്രാവശ്യം സ്ട്രോക്ക് ഉണ്ടായതാണ് എനിക്ക്. 10 വർഷം മുമ്പ് ഒന്നുണ്ടായി, പിന്നെ ഒരു 1.5 വർഷം മുമ്പ് മറ്റൊന്നുണ്ടായി. അതിനൊക്കെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് അതുപോലെ സ്റ്റെൻഡൊക്കെ ഇട്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ കൈക്കൊരു മരപ്പ് പോലെ തോന്നി. പെട്ടെന്ന് എന്നെ ചികിത്സ മരുന്ന് തന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ അടുത്ത് മൈത്തറയിലേക്ക് പോയി. എല്ലാ സ്കാനിങ്ങും എല്ലാം നടത്തി കഴിഞ്ഞപ്പം ബ്ലോക്കൊന്നുമില്ല എന്നുള്ള സന്തോഷ വാർത്ത ഡോക്ടർ അറിയിച്ചു. പിന്നെ നേർവിനെന്തോ തകരാറാണ്, അതുകൊണ്ടാണ് കൈക്ക് ബലക്ഷയം വന്ന് പിന്നെ എക്സസൈസ് ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് ഏതാണ്ടൊക്കെ ഒന്ന് ആയിരിക്കുകയാണ്. എന്നാലും ശരിയായിട്ട് ആയിട്ടില്ല. അതുകൊണ്ട് എന്തുവേണ്ടി എനിക്കൊരു ഗ്ലാസ് ചായ വന്നപ്പം തന്നത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. തുണികളൊക്കെ വീണു. അത് ഈ കൈയുടെ ബലം ശരിക്കും ആകാത്തതുകൊണ്ടാണ്. എന്തായാലും ശരി, ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുന്നതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് എൻ്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ ഭാഗ്യം വന്നതിൽ വളരെ സന്തോഷമാണ്. പിന്നെ അന്നൊക്കെ പഠിപ്പിക്കുന്ന പറയുന്ന ഒരു രസമുള്ള കാര്യമായിരുന്നു. ഇന്ന് അധ്യാപകർ ഭയപ്പെട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. ഇവിടെ പലരും സംസാരിച്ചു. എനിക്ക് തന്നെ എൻ്റെ മോന് കൂടത്തായി ഹയർ സെക്കൻഡറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ വീട്ടിൽ വന്ന പല കാര്യങ്ങളും പറയും. അപ്പം ഞാൻ ചോദിക്കും, നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തു. നേരം അവൻ പറയുന്നു, ഡാഡിയുടെ കാലമൊന്നും അല്ല, ഇപ്പം ഡാഡി എങ്ങാനും ആണെങ്കിൽ ഡാഡി ഒന്നുകിൽ പണി രാജിവെച്ചേച്ച് പോവും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് അവനോട് പറഞ്ഞത്. സംഗതി ശരി തന്നെയാണ്. എന്നെ ഇവിടുന്ന് എച്ചമായിട്ട് മരുതാങ്കരയിലേക്കാണ് ആദ്യമായിട്ട് എച്ചമായിട്ട് വിടുന്നത്. അപ്പം ഞാനിവിടെ കട്ടിപ്പാറ തരുമോ എന്ന് ചോദിച്ചു. അവിടെയാണെങ്കിൽ വീട്ടിനടുത്ത് പോയി വരാമല്ലോ. പക്ഷേ തന്നപ്പോൾ എനിക്ക് മരുതാങ്കരയ്ക്കാണ്. അതിനകത്തെ കോർപ്പറേറ്റ് മാനേജർ അപ്പോയിൻമെന്റ് ഓർഡർ തന്നിച്ച് പറഞ്ഞു, സാർ അല്പം വിഷമമുള്ള സ്ഥലത്തേക്കാണ് വിടുന്നത്, മരുതാങ്കര. അവിടെ കഴിഞ്ഞ വർഷം തന്നെ 57 സമരം നടന്നു. കാരണം എല്ലാ പാർട്ടിക്കാരുടെയും പിള്ളേരുണ്ട് അവിടെ. ഇന്നൊരുത്തൻ സമരം ചെയ്താൽ നാളെ മറ്റവനാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അത് അനുവദിച്ചു കൊടുക്കുകയാണ്. സംഗതി ശരിയാണ്. ഞാനവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോഴത്തേനും ഈ പറഞ്ഞ 57 സമരത്തിന്റെ നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നേതാവായിട്ടൊരു സാറുണ്ട്, നിങ്ങളറിയായിരിക്കും, ജോൺ പൂതക്കുടി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവാണ്. പുള്ളി അവിടുത്തെ ഒരു ടീച്ചറാണ്. പുള്ളിയോട് ഞാൻ ചോദിച്ചു, സാറേ അപ്പം ഞാൻ ചെന്ന പിറ്റേ ദിവസം തന്നെ സമരത്തിന് നോട്ടീസ് തന്നു, ഇന്ന് സമരമാ സാറേ, ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ കുപ്പായം അണിഞ്ഞ് ഒരു സ്കൂളിലേക്ക് ചെല്ലുന്ന. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത് സാറേ? സാറ് പറഞ്ഞു, ഒരു രക്ഷയില്ല സാറേ, നോട്ടീസ് കിട്ടിയാൽ ബെല്ലടിച്ച് ക്ലാസ് വിടുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത്രയേ ഉള്ളൂ. അത്ര ശരിയല്ലല്ലോ സാറേ. അതോ ഇവിടെ അതാ സംഗതി. കഴിഞ്ഞ ആവശ്യം 57 ദിവസം സമരം പിള്ളേർ നോട്ടീസ് തന്നു, അന്നെല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം പിള്ളേർ എന്നിട്ട് എന്ത് ചെയ്യും? പിള്ളേർ കുറെ ഇന്ദിരാവ് വിളിച്ചു വെച്ച് പിള്ളേരങ്ങ് വീട്ടിൽ പോവും. അപ്പം നിങ്ങളൊക്കെയോ? ഞങ്ങളും കുറെ കഴിയുമ്പം ഒന്നീ കുറെ പേര് ഇവിടുന്ന് ചീട്ട് കളിക്കും, അല്ലെങ്കിൽ ക്യാരം ബോർഡ് കളിക്കും. ഇതും കഴിഞ്ഞ് വെച്ച് കുറെ കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. പിന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെയല്ലേ? അതെ. എന്നാ പിന്നെ എന്താ ചെയ്യണ്ടേ? എന്നാ ഇന്നങ്ങ് വിട്ടാലല്ലേ? അതാ നല്ലത്. എന്നാ വെല്ലടിച്ച് ക്ലാസ് അങ്ങ് വിട്ടു പിള്ളേരെല്ലാം അവർക്ക് പോയി. കുറെ പേരങ്ങ് പോയി. ടീച്ചേഴ്സും കുറെ പേര് അവിടെ ഇരുന്ന് അവരും കുറേയൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ ഞാനും ക്ലർക്കും പ്യൂൺസും മാത്രമേ ഉള്ളൂ അവിടെ. പിറ്റേ ദിവസം വേറൊരു രാഷ്ട്രീയക്കാരൻ്റെ ആ സംഘടനയുടെ പിള്ളേരുടെ നേതാവാണ് എന്നെ വിളിച്ചോണ്ട്, സാറേ ഇന്ന് സമരമാണ്, ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇന്നലെ ക്ലാസ് എടുക്കാൻ വലിയ ക്ലാസ് വിട്ട് ഇന്നും ക്ലാസ് എടുക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനവിടെ വന്നിരിക്കുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇന്നലെ സാറ് വിട്ടില്ലേ, ഇന്നും ഞങ്ങളെ വിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ജോൺ സാറിനെ വീണ്ടും വിളിച്ചു. എന്താ സാറേ ചെയ്യേണ്ടത്? ഇതാണ് ഇവിടുത്തെ. അതോ സാറേ ഇവിടെ അതോ നടക്കുകയുള്ളൂ, വേറെ സാറിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. സാറിവിടെ പുതിയ ആളല്ലേ, അപ്പം സാറിനൊന്നും ഇവിടുത്തെ സാഹചര്യം അറിയത്തില്ല. ഇവിടെ രാഷ്ട്രീയക്കാരല്ലേ ഇടപെടും സ്കൂളിൽ. അപ്പം അത് കോർപ്പറേറ്റ് മാനേജർ ഓർഡർ തന്നപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ വിഷം പിടിച്ച സ്കൂളാണ്, ഞാൻ അവിടുത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്, പിന്നെ അവിടെ സ്കൂളിലെ രാഷ്ട്രീയക്കാരെ ഇടപെടുന്നത് അതുകൊണ്ട് സാറ് സൂക്ഷിച്ചു വേണം. ഞാൻ പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയക്കാരെയൊന്നും വലിയ പേടിയൊന്നുമില്ല, അവർ പിള്ളേരെ എനിക്ക് പേടിയൊന്നുമില്ല, ആ കാര്യത്തിൽ അച്ഛൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇത്ര ദൂരേക്ക് എന്നെ വിടുന്നതിൻ്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. സാറിന് അതിന് പേടിയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ സാറിനെ ഞാൻ അങ്ങോട്ട് വിടുന്നതെന്ന് പറഞ്ഞു. ഭാര്യയിൽ അങ്ങനെ ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അന്നേരം ജോൺ സാറിനോട് പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, സർക്കാരിൻ്റെ ശമ്പളം നമ്മൾ മേടിക്കുന്നത്, അവിടെ 10-42 സ്റ്റാഫുണ്ട്, ശമ്പളം മേടിക്കുന്നതല്ലേ മാസം തോറും, അതേതായാലും കുറവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിട്ടാൽ ശരിയായില്ല. ഏതാണ്ട് 1300 പിള്ളേരോളം നമ്മുടെ UP ഉൾപ്പെടെ അവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ 10, 15, 5, 6 പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ സ്കൂൾ ഇങ്ങനെ വിടുന്നത് ശരിയല്ലല്ലോ, കാരണം നമുക്കിതൊന്ന് പിടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം, നിങ്ങളൊരു കാര്യം ചെയ്യും, ബെല്ലടിക്കുക, എല്ലാവരും ക്ലാസ്സിലേക്ക് പോകാം. ടീച്ചേഴ്സിനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ പോകുക, അറ്റൻഡൻസ് എടുക്കാമെന്ന് പറയും. ഞാനൊരു ചൂവലുമായിട്ട് പതുക്കെ അങ്ങ് ഇറങ്ങി. അപ്പം വരാന്തേ പിള്ളേർ നിൽക്കുക. ഞാൻ പറഞ്ഞു, എടാ പഠിക്കാൻ വന്നവരൊക്കെ ക്ലാസ്സിൽ കയറിയിരുന്നോണം, സമരം ചെയ്യാൻ വന്നവർക്ക് എവിടെയെങ്കിലും പോയി ചെയ്തോണം, പക്ഷെ ഇവിടെ പറ്റുകയില്ല, ഇവിടെ ഞാൻ അനുവദിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിനും നാഗടി ചെന്ന് മിക്കവാറും തന്നെ ക്ലാസ്സിൽ കയറി. തിരിച്ചു വന്നപ്പോഴത്തേന് ആകെ 14 പേരുണ്ട് ക്ലാസ് വരാന്തേൽ. അതിന് വേണ്ടിയിട്ട് തന്നെ വരുന്ന പിള്ളേരാ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും പോയി ചെയ്തിട്ട് പോരോ, നിങ്ങളുടെ സൂക്കേട് തരുമ്പോൾ തിരിച്ചു വന്നാൽ ഞാൻ ക്ലാസ്സിൽ കയറ്റി ഇരുത്തിക്കോളാം, നിങ്ങളുടെ വലിയൊരു നടപടി ഉണ്ടാകുകയില്ല, പക്ഷെ ഇവിടെ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ നടക്കുമൊന്നുമില്ല. ഞാൻ ഒരുത്തന്നെ അന്നേരം എന്നോട് ധിക്കാരം വാടിയെടുത്ത് പറഞ്ഞാൽ അവൻ്റെ പുറത്തിട്ട് കൊടുത്തു. ഉടനെ എല്ലാം കൂടെ ഓടി സമരം ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും പോയി ചെയ്തോളാൻ പറഞ്ഞു. എല്ലാം കൂടെ പോകുന്നുണ്ട്. അവിടെ അങ്ങാടി അടുത്താണ്, അവിടെ പാർട്ടിക്കാരൊക്കെ അങ്ങാടി നിൽപ്പുണ്ട്, ഇവരെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്. ഏതാണ്ട് ഉച്ചവരെ നല്ല രീതിയിൽ ക്ലാസ് നടന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും ക്ലാസ്സിൽ കൂടെ പോയി. ഉച്ച കഴിഞ്ഞ് 2ാമത്തെ പീരീഡ് ആയപ്പം ഈ പോയന്മാർ തിരിച്ചു വന്നു ഒരു ക്ലാസ്സിൽ കയറിയിട്ട് അവിടെ കയറി ബെഞ്ച് ഡെസ്കും ഒക്കെ ഉരുട്ടിയിടുന്നു. പിള്ളേരൊക്കെ കാറിക്കൊണ്ട് ഞാൻ ഓടിച്ചെന്നു. ക്ലാസ്സിൽ ചെന്നതിൻ്റെ പൂരപാട അടിയാണ്. നല്ലൊരു ചുവരലുണ്ടായിരുന്നു, പുറത്തിട്ട് അടി കൊടുത്തത്. എല്ലാം ചാടി ഓടിച്ചെന്ന യുവമാരെന്നെ ചെയ്തു, പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ അച്ഛൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉച്ച കഴിഞ്ഞല്ലേ, ഊണും കഴിഞ്ഞ് അച്ഛനെ ഉറക്കുന്ന അവസരം. ഒരു പള്ളി ചെന്ന് ജനാലയുടെ 1-2 ജനാലയുടെ ചില്ലൊക്കെ തകർന്നു. അച്ഛൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, എന്താ ഇവിടെ നോക്കിയപ്പം പിള്ളേർ വെള്ളം ഉണ്ടാക്കുന്നു. പുള്ളി ഉടനെ ഫോൺ ചെയ്ത് അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന ഒരു PGയുടെ ഒരാളുണ്ടായിരുന്നു, പുള്ളിയെ വിളിച്ചു. പുള്ളി ഉടനെ ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ, ഇതാ പിള്ളേരിങ്ങനെ ചെയ്തിരിക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു.
കാരണം ഈ PT ആ പുള്ളി എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ സാറേ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ചെയ്യാനൊന്നുമില്ല, ഇത് ക്രിമിനൽ കേസാ, പള്ളിയുടെ ചില്ല് തകർത്തെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പോലീസ് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം കുറ്റ്യാടി അപ്പോൾ അവിടുത്തെ CI സർക്കിളിൻ്റെ അടുത്ത് എന്തായാലും അതൊക്കെ പാർട്ടിയുടെ ആൾക്കാരാ, അയാളൊന്നും ചെയ്യുമൊന്നുമില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യും, വടകര DYSPയുടെ അടുത്ത് പോയി അവർക്ക് അയാൾക്ക് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു, നിങ്ങൾ കൈക്കാരന്മാർ പോയിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി. അപ്പോൾ DYSP എന്ന് പറയുന്ന രാജൻ കേസിലെ പുലിക്കോടൻ നാരായണനായിരുന്നു. അവിടെ ചെന്ന് അയാൾ പറഞ്ഞു ശരി നാളെ ഞാൻ അങ്ങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നേരം പിറ്റേ ദിവസം കൂടുതൽ പറഞ്ഞിപ്പം രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേനും ഒരു പോലീസ് വാഹനം ഇയാളുടെ വണ്ടിയായിട്ട് വന്നു. ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുന്ന. ഞാൻ പെട്ടെന്ന് തന്നെ ഇത് നമുക്കങ്ങനെ വിടത്തില്ലല്ലോ, പേടിച്ചിരിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് ഓഫീസിൽ കയറി ക്യാമേലങ്ങ് ഇരുന്നു. ഈ പുലിക്കോടൻ നാരായണ പുള്ളി DYSP ഓഫീസിന്റെ ഭാഗത്ത് വന്ന് തൊപ്പി ഊരി കൈകൊടു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ മതി സാറേ, എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ സംഗതി, ഞാൻ ഇന്നലെ ഇവിടെ വന്നതേ ഉള്ളൂ, ഇവിടെ ഇങ്ങനത്തെയാ പരിപാടി നടക്കുന്നത്, ഇന്നലെ ഇതുപോലെയൊക്കെ ചെയ്തു, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ക്രിമിനൽ കേസ് ആയതുകൊണ്ട് സാറിൻ്റെ അടുത്ത് പെറ്റീഷൻ തരികയത്. ഒരു കുഴപ്പമില്ല, സാറ് ധൈര്യമായിട്ട് ഇവിടെ നിന്നു, സാറിന്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ സകല പിന്തുണ ഉണ്ടാവും. എന്നിട്ട് പുള്ളി പിറ്റേ ദിവസം പഞ്ചായത്ത് ഓഫീസിലേക്ക് എല്ലാ പാർട്ടിക്കാരുടെയും നേതാക്കന്മാരെ വിളിപ്പിച്ചു. ടീച്ചേഴ്സിനോടും വരണമെന്ന് പറഞ്ഞു. പുള്ളിയും വന്നു. എന്നിട്ടൊരു പരിപാടി മീറ്റിംഗ് നടത്തി. അപ്പൊ എന്നോട് പറഞ്ഞു സാറിന് പറയാനുള്ളത് പറയാൻ പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്, ആദ്യമായിട്ട് ഞാൻ അച്ഛനായിട്ട് ഇവിടെ വരികയാണ്, എനിക്ക് ഇവിടുത്തെ സാഹചര്യമൊന്നും അറിയത്തില്ല, പക്ഷേ ഒരു HM എന്നുള്ള രീതിയിൽ ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയെന്ന് എനിക്കറിയാം. അത് ഞാനിവിടെ വളർത്തോളം കാലം അത് നടക്കും. അതുകൊണ്ട് ആരെന്ത് വന്നാലും പാർട്ടിക്കാരൊന്നും എൻ്റെ അടുത്തേക്ക് വരുമൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ ഞാൻ വിളിച്ചെങ്കിൽ മാത്രം വന്നാൽ മതി. സ്കൂളിലേക്ക് വിളിക്കാതെ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് എല്ലാം ഒരു മണിക്കൂർ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിന് ഏറ്റു ഒരു പാർട്ടിക്കാരൻ എന്തോ പറയാൻ വേണ്ടി. DYSP പറഞ്ഞു താനവിടെ ഇരിക്കാൻ പറഞ്ഞു, സാറ് പറഞ്ഞു തീരട്ടെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം കാര്യങ്ങളെല്ലാം ശരിയാന്നുള്ള അവർക്ക് മനസ്സിലായി. കാരണം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്, ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയാണ്. അപ്പം അയാൾ പിന്നെ എൻ്റെ കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞു താൻ സംസാരിക്കാൻ പറഞ്ഞു. അയാൾ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ഇപ്പം തനിക്കൊന്നും പറയാനില്ല, എന്താ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഇനിയൊന്നും മിണ്ടണ്ട, ഇതാ കാര്യങ്ങൾ. ഇവിടെ സ്കൂൾ നടത്താൻ ഇവിടെ മാനേജറുണ്ട്, ഹെഡ്മാസ്റ്ററുണ്ട്, ടീച്ചേഴ്സുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചെങ്കിൽ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഇനി മേലാ സ്കൂളിൻ്റെ ഇവിടെ സ്കൂൾ അതിൻ്റെ മുറകൾ നടക്കുന്നു. പിന്നെ സ്കൂൾ നല്ല ശരിയായ രീതിയിൽ അവിടെ നടന്നു. പിന്നെ ഒരു സമരവും ഇല്ല, ഒന്നുമില്ല. ഒരു വർഷം നല്ല രീതിയിൽ. നേരത്തെ അവിടെ ചെല്ലുമ്പം 13% അവിടുത്തെ SSLCയുടെ റിസൾട്ട്. ഞാൻ 1 വർഷം അത് 38% ആക്കി. എൻ്റെ ഭാഗം നിർത്തുകയാണ്. പിന്നെ എല്ലാവരും കണ്ടതിലും എൻ്റെ സംസാരം കേൾക്കാനായിട്ട് നിങ്ങൾ ക്ഷമ കാണിച്ചതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു മൈക്കിൾ സാർ. അടുത്തതായി സക്കറിയ സാറിനെ അനുഭവം പങ്കുവെക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ മഹാസംഗമത്തിന്റെ അധ്യക്ഷനും എൻ്റെ പ്രിയ ശിഷ്യനുമായ ശ്രീമാൻ TT മാത്യു, ഇതിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശിഷ്യഗണങ്ങളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ ഗുരുശ്രേഷ്ഠരെ, 4 സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററാണുള്ള അവസരം എനിക്ക് കിട്ടി. ഇവിടെ നിന്ന് PT ചാക്കോ മെമ്മോറിയൽ ഹൈസ്കൂൾ കുണ്ടുകോട്, സെന്റ് ജോർജ് ഹൈസ്കൂൾ വിലങ്ങാട്, സെന്റ് ജോർജ് ഹൈസ്കൂൾ കുളത്തുവയൽ, പിന്നെ ഏറ്റവും കൂടുതൽ ചെറിയൊരു സ്കൂളിൽ വന്നു. ചെറിയ സ്കൂളെന്ന് പറഞ്ഞാൽ അവിടെ കണ്ണത്ത് ആകെ 10 ഡിവിഷൻ ഉണ്ടായിരുന്നത്. വിലങ്ങാട് LP UP സ്കൂളാണ്. 1500 പിള്ളേര്, സ്റ്റാഫ് ഒരു 85-90 സ്റ്റാഫും ഉണ്ട്, സാറന്മാരും ടീച്ചർമാരും ഒക്കെ ആയിട്ട്. ഈ താമരശ്ശേരി കോർപ്പറേറ്റിലെ ഏറ്റവും വലിയ സ്കൂളാണ്. കൊളത്തൂരിൽ ഒട്ടും മോശമില്ല. അവിടെ UP ഹൈസ്കൂൾ,
അവിടെയും 1200 കുട്ടികളിൽ കൂടുതൽ ഞാൻ ചെല്ലുമുണ്ട്. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്. 25 എന്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന് പോകാൻ സാധിക്കില്ല. പ്രൊഫസർ തോമസ് പെരിയപ്പുറം സാറിന്റെ വീടാണ്. അവിടെ ഒരു 11 മണി സമയത്ത് ഒരാൾക്കൂട്ടം, അയൽവാസികൾ നോക്കുമ്പം വീട്ടില് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാമും പരിവാരവും ഈ തോമസ് സാറിന്റെ വീട്ടിൽ ഒന്ന് കൂടിയിരിക്കുക. അപ്പൊ എല്ലാവരും ഇതെന്താ ഒരു മുന്നേ അറിയിപ്പൊന്നും യാതൊരുവിധ അറിയിപ്പുമില്ലായിരുന്നു. യാദൃശ്യമായിട്ട് ഈ പ്രസിഡന്റും പരിവാരങ്ങളും ഇവിടെ വരാൻ കാരണം എന്താണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. ഈ തോമസ് സാർ എന്ന് പറയുന്നത് തിരുച്ചിറപ്പള്ളിയിൽ അബ്ദുൽ കലാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സെന്റ് ജോസഫ് കോളേജിലാണ് ഈ അബ്ദുൽ കലാം കോളേജിൽ പഠിച്ചത്. അവിടുത്തെ പ്രൊഫസറായിരുന്നു. കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനെ കെമിസ്ട്രി പഠിപ്പിച്ച. അപ്പൊ ഏതോ ഒരു ഔദ്യോഗിക പരിപാടിക്ക് വന്നതാ, ഒരു ഉദ്ഘാടനത്തിനായിട്ട് വന്നായിരുന്നു കൊച്ചിയിൽ. അങ്ങനെ വന്നപ്പം യാദൃശ്ചികമായിട്ട് ഈ തോമസ് സാറിന്റെ വീട്ടിൽ വന്നതാ. അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോഴാണ് ഈ പ്രസിഡന്റും പരിവാരവും പോയി കഴിയുമ്പോഴാണ് അയൽവാസികൾക്കെല്ലാം കാര്യം മനസ്സിലായത്. ഗുരുസന്നിധിയിൽ നമ്മറ ശിരസനായി കൂപ്പ് കൈകളോടെ നിൽക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റിനെയാണ് കണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി കാണും. കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. കുട്ടികളെന്ന് പറഞ്ഞാൽ പൂർവ്വ ശിഷ്യന്മാരോട്, നിങ്ങൾ എത്ര പഠിച്ച് എത്ര വലുതായാലും നിങ്ങൾ ഗുരുവിന്റെ മുമ്പിൽ നിങ്ങൾ വെറും ചെറുതാണെന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതല്ലെങ്കിൽ ഈ പ്രസിഡന്റിന് ഈ സാറിന്റെ വീട്ടിൽ വരാനോ ഇവിടെ ഒരു സന്ദർശനം നടത്തി പ്രസിഡന്റായി കഴിഞ്ഞതിന് ശേഷം കൊച്ചി വന്നെന്ന് വിചാരിച്ച് ഈ സാറിന്റെ വീട്ടിൽ വന്നോണമെന്നില്ലല്ലോ. അതുപോലെ വിനയാന്യതിനായിട്ട് ഉള്ള നിൽപ്പ്, അതെല്ലാം അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ ഇതിനെല്ലാം ബ്ലോക്ക് സഹിതം വന്നതാണ്. ഗുരുവന്ദനം എന്നുള്ള ശീർഷകത്തില്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുക. താങ്ക് യു സാർ. അടുത്തതായി ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തേൻകനി കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ നിന്ന് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു. എല്ലാറ്റിനുപരിയായി ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇങ്ങനൊരു അവസരത്തിൽ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് നന്ദി. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഉൾപ്പെട്ട ബാച്ച് 1967 ബാച്ചാണ്. 1967 ബാച്ച് SLC. അന്ന് ഞങ്ങൾ 96 പേര് പരീക്ഷ എഴുതി. അതിൽ 90 പേരും പാസ്സായി. 16 പേര് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അതിലൊരാൾ ഞാനാണ്. പ്രത്യേക നന്ദി, ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ 50 വർഷം പൂർത്തിയാക്കിയ 2017 ഇതുപോലൊരു മഹാസംഗമം നടത്തുകയുണ്ടായി. തുഷാര ഇന്റർനാഷണലാണ് നടത്തിയത്. അന്നതൊരു 75 പേരോളം പങ്കെടുത്തു. ഒരു വലിയൊരു സംഭവമായിരുന്നത്. ഒരുപക്ഷെ മറ്റാർക്കും സാധിക്കാത്തൊരു കാര്യം ഞങ്ങൾക്കന്ന് സാധിച്ചു. ആ 50 വർഷത്തിന്റെ സംഗമം ഞങ്ങളൊരു സുവനീറാക്കി പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാക്കി. ആ സുവനീർ ഞങ്ങളുടെ എല്ലാം വീടുകളിൽ കൈകളിലുണ്ട്. ആ 96 വിദ്യാർത്ഥികളുടെയും ഫോട്ടോ സഹിതം അവരുടെ ബയോഡേറ്റ ഉൾപ്പെടെ അതിന്ന് ഞങ്ങളൊരു നിധിയായിട്ട് സൂക്ഷിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ എല്ലാ വർഷവും കൂടാറുണ്ട്. ഈ വർഷവും ഞങ്ങൾ കൂടി. അത് തുഷാരഗിരിയിൽ വെച്ചിട്ടായിരുന്നു.
രണ്ട് പതിറ്റാണ്ടുകളോളം അമേരിക്കയിൽ പ്രവാസിയായിരുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ആ സംഗമം. ഞങ്ങളത് എല്ലാ വർഷവും കൂടാറുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും നല്ല ഒരു കൂട്ടായ്മ വേറെ ഉണ്ടോ എന്ന് സംശയം ഒരാളെ പറഞ്ഞു. അത് ശരിയാണ്, നല്ല ഒരു കൂട്ടായ്മ തന്നെയാണിത്. ഇല്ലെങ്കിൽ ഇത്രയും ആളുകളോട് പങ്കെടുക്കുകയില്ല. ഒരു നല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സംഘടിപ്പിച്ചത്. സിബിച്ചൻ സാറും പ്രേംസണും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എത്രയോ വർഷങ്ങൾ കടന്നുപോയി. ഇത്രയും വീട്ടിൽ വന്ന് ക്ഷണിക്കപ്പെടാനുള്ള ഒരു പ്രാധാന്യം എനിക്കുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ ഇന്നലെ വീണ്ടും വിളിച്ചു. ഞാൻ അന്നേരം തന്നെ എൻ്റെ കലണ്ടറിൽ എഴുതിയിട്ടോ ഡേറ്റ്. അതിന് മാറിപ്പോവുകയില്ല, സമയം കുറിച്ചിട്ടു. ഇന്ന് ഞാനിവിടെ വരാൻ 2 മിനിറ്റ് വൈകി. കാരണം എന്താണെന്ന് വെച്ചാൽ സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയം എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ നേരെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാം അറേഞ്ച്ഡ് ആണ്, പക്ഷെ ആരുമില്ല. നേരെ താഴേക്ക് വന്നു. അപ്പോൾ താഴെ നിന്നൊരു ചായ തന്നു, അത് കഴിച്ചു. അങ്ങനെ ഒരു 2 മിനിറ്റ് വൈകി. കൃത്യമായിട്ട് സമയത്ത് വന്നതാണ്. ഏതായാലും ഇതിന്റെ അമരക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ടി മാത്യു, എനിക്കറിയാം. ഞാൻ ഈ കാണുമ്പോൾ പല മുഖങ്ങളെയും പലയിടത്തും വെച്ച് കാണാറുണ്ട്. പക്ഷെ ഇവരൊക്കെ എൻ്റെ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ സൗഹൃദം പങ്കുവയ്ക്കുന്നുണ്ട്, ഞാനും തിരിച്ചങ്ങോട്ട് സൗഹൃദം കാണിക്കാറുണ്ട്. പക്ഷെ ഈ ലിസിയൊക്കെ 1981 ബാച്ചിൽപ്പെട്ട ആളാണെന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത്. എത്രയോ കാലങ്ങളായിട്ട് തമ്മിലിടപെട്ട് കഴിയുന്നവരാണ്. പിന്നെ വിദ്യാഭ്യാസ കാലത്ത് ഉള്ള അനുഭവങ്ങളൊക്കെ ഇവിടെ മൈക്കിൾ സാറൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനിയും കുറച്ചു പേരൊക്കെ കൂടെ സംസാരിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ വിളിച്ചു ചേർത്ത ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വിളിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാദികളെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കിയെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഞാൻ നല്ല രീതിയിൽ സംബോധന ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ 63 കോടഞ്ചേരി ഹൈസ്കൂളിൽ നിന്ന് SSLC പാസ്സായ കുട്ടികളാണ്. അത് കഴിഞ്ഞ് പഠിച്ച് നിങ്ങളുടെയൊക്കെ കുറച്ചു പേരുടെയെങ്കിലും അധ്യാപകനാകാനായിട്ട് സാധിച്ചു. എന്നാൽ നന്ദിയുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ 2013 ഇതുപോലെ ഒരു സംഗമം നടത്തിയതാണ്. അന്ന് ഞങ്ങൾ 63 ബാച്ചുകാരാണ്. അതിൽ 63 പേരുണ്ടായിരുന്നു. അതിൽ 48 പേര് ഞങ്ങൾ കൂടി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറവാണ് ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ 2013 ഒരു സംഗമം നടത്തിയതാണ്. അന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ സ്മരണകൾ പുതുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് നല്ലതുമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഇത്രയും അകലങ്ങളിലുള്ള ഒന്നിച്ചു പഠിച്ച ആൾക്കാരെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല.
ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ ജോലിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കാനില്ല. മൈക്കിൾ സാർ പറഞ്ഞ പോലെ ഞാനും 2 ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആളാണ്. എന്നിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ അവസരം എനിക്ക് തന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ കാണാനായിട്ടുള്ള സൗകര്യം അറേഞ്ച് ചെയ്ത ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സാർ. അവസാനമായി നന്ദി പ്രകടനമാണ്. അതിനായി നമ്മുടെ ഇൻവിറ്റേഷൻ കമ്മിറ്റി കൺവീനർ ശിവിച്ചൻ മാത്യുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ പരിചയപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിൽ കഴിഞ്ഞ വർഷം വരാതെ ഈ വർഷം വന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഷിബിച്ചൻ മാത്യു അന്ന് പുലിക്കയത്തപ്പുറത്തായിരുന്നു താമസിക്കുന്നത്. ഇപ്പം കോടഞ്ചേരി കോളിക്രോസിന്റെ അടുത്താണ് താമസിക്കുന്നത്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 2022 മെയ് 31 പ്രിൻസിപ്പാളായി റിട്ടയറായി. എന്റെ കടമ നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ ഒരു 6 വർഷം കട്ടിപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്, 2014 മുതൽ 2020 വരെ. അപ്പൊ നമ്മളൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കുട്ടികളുടെ തല്ലുകൊള്ളാതെയും പോലീസ് സ്റ്റേഷനിൽ കയറാതെയും രക്ഷപ്പെട്ടത്. എന്നിട്ടും കട്ടിപ്പാറയിൽ നിന്ന് ഞാൻ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സമയത്ത് ഒരു കേസ് പോയി. 4 പയ്യന്മാർ കൂടി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീച്ചറിന്റെ കസിൻ, ഒരു ബിജുരാജ് DYSP ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ബന്ധപ്പെടുത്തി തന്നു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചത് കൊണ്ട് അന്ന് പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞ പോലീസ് തന്നെ താമരശ്ശേരിയിൽ നിന്ന് അന്ന് വൈകുന്നേരം രാത്രി 8 മണിയായപ്പോഴത്തേക്കും വിളിച്ചു. നാളെ രാവിലെ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി. വരണ്ടെന്ന് പറയാൻ അവരുടെ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടൊന്നും പോകേണ്ട വന്നില്ല. ഏതായാലും നമ്മൾ പിന്നെ നമ്മളുടെ ഈ ഗുരുബോധന്മാരൊക്കെ പകർന്നു, നമ്മുടെ മൈക്കിൾ സാറൊക്കെ പകർന്നു നൽകിയ ഒരു വീര്യം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ കേസ് കൊടുത്ത 4 പേരെയും 10 ദിവസം രാവിലെയും വൈകുന്നേരവും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് സ്കൂളിലോട്ട് വരാനുള്ള ഒരു ഇടപാട് ഞങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. കൂടുതൽ സമയം നമ്മളെ സമയങ്ങളൊക്കെ കടന്നുപോയി. ഓക്കെ, ഞാൻ നന്ദി പറയുന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഇന്നിവിടെ പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ടു വന്നിരിക്കുന്ന നമ്മളുടെ ഗുരുബോധന്മാർക്ക് നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരുടെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നന്ദി പറയുന്നില്ല. ഞാൻ സീനിയോറിറ്റിയും മറ്റൊന്നും നോക്കാതെ അങ്ങ് അരുവ് മുതൽ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവരുടെ എല്ലാവരോടും ഞാനും പ്രൈം മിനിസ്റ്ററെ നേരിട്ട് തന്നെയാണ് പോയി ക്ഷണിച്ചത്. നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ മാത്യു സാറ്, നമ്മളുടെ ഓഫീസ് ക്ലർക്കായിരുന്ന മാത്യു സാറ്, കറിയ ചേട്ടൻ, മക്കോളി സാറ്, ചെറുപ്പയ്യ ജോസ് സാറ്, കറിയ സാറ്, ജോൺ സാറ്, കുമ്മണി ജോസഫ് സാറ്, മൈക്കിൾ സാറ്, മേരി ടീച്ചർ ഇപ്പം എന്താ തിരക്ക് വീട്ടിൽ പോയിട്ടുണ്ട്, മേരി ടീച്ചർ, മേരി ചേച്ചി, ഇത്രയും പേർക്ക് ഇന്നിവിടെ വന്നതും അതുപോലെ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുബോധന്മാർക്ക് നമ്മളുടെ തേൻകനി കൂട്ടായ്മയുടെ പേരിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും അതുപോലെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെയും ഓരോ കാരണങ്ങൾ കൊണ്ട് സന്നിഹിതരാകാൻ സാധിക്കാത്തവരുടെയും ഞാൻ പറയുകയാണെങ്കിൽ 305 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ. 305 പേരുടെയും പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയരായ ഗുരുബോധന്മാർക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. വീണ്ടും ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് അധ്യക്ഷം വഹിച്ച നമ്മളുടെ പ്രിയപ്പെട്ട മാത്യു ടിക്ക് ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഈ ഗാദറിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മളുടെ സുഹൃത്തും പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരിക്ക് നന്ദി അറിയിക്കുന്നു. സന്ദേശം നൽകിയ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ വിജോയ് തോമസ് സാറിനും ആശംസകൾ അറിയിച്ച നമ്മളുടെ കൂട്ടുകാരിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ലിസി ചാക്കോ, കൂട്ടുകാരി സിസ്റ്റർ ജോളി ജോസ്, അനുശോചന പ്രമേയം അവതരിപ്പിച്ച പ്രൈംസൺ, സ്വാഗതം
സാധാരണ സ്വാഗതമല്ലായിരുന്നു നിങ്ങൾക്കറിയാം. നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ശൈലിയിലും പോളില്ല ഇവിടെ. ഒക്കെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പോൾ പി വർഗീസിന്, വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച ടോമി മാത്യു, ഈശ്വര പ്രാർത്ഥന അവതരിപ്പിച്ച വീണ്ടും ഒരു പാട്ടും കൂടെ പാടി നമ്മളെ സന്തോഷിപ്പിച്ച ലീലാമ്മ ഫിലിപ്പ്, പിന്നെ ഗാനങ്ങൾ കൊണ്ട് നമ്മളെ സംതൃപ്തരാക്കിയ സുബൈദ, ഹരിയുടെ പാട്ട് യേശുദാസിനെ ഓർത്തു പോയി കേട്ടോ. യേശുദാസ് പാടിയ പാട്ടാണല്ലോ. വീണ്ടും നമ്മളുടെ ആങ്കറിങ് നടത്തിയ അവരേറ്റവും പിന്നിലായിരുന്നെങ്കിൽ അവരാണ് ശരിക്കും ഇത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മോളി, പ്രിയപ്പെട്ട ഷൈല, ഇവർക്കും അങ്ങനെ ഇനി ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ ആരോ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ പരിപാടികളും വിജയിക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ മാത്രം ഉണ്ടെങ്കിൽ ഒരു പരിപാടിയും വിജയിക്കില്ലായിരുന്നു. താഴെ ആളില്ലെങ്കിൽ ഒന്നും വിജയിക്കില്ല. അപ്പോൾ ഈ പരിപാടിയിൽ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായി പങ്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകൾ സഹിച്ച ദൂരങ്ങളിൽ നിന്നൊക്കെ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട്, സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.